ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് വീട്ടിലുള്ളത് കൊണ്ട്, അതേപോലെ ഞാൻ പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ളത് കുറച്ച് ക്ലീനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, ഫുഡ് കഴിച്ചതിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കണ്ടാലോ? അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നും ഉള്ളതുപോലെ തന്നെ രാവിലെ എണ്ണീറ്റ് വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി കിട്ടും. നമുക്ക് ബാൽക്കണി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് എനർജിയൊക്കെ കിട്ടി വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം നിന്നതിന് ശേഷം ബെഡൊക്കെ നമുക്ക് സെറ്റാക്കി ഇടാം. പിന്നെ രാവിലെ തന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി നമുക്ക് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. വലിയ സ്കിൻ കെയർ ഒന്നുമില്ല, എന്നാലും ചെറിയതായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ മിററിൽ നോക്കുമ്പോൾ തന്നെ നമ്മളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? രാവിലെ വിചാരിക്കും ഒന്ന് എണ്ണീറ്റ് മോർണിംഗ് വോക്കിനൊക്കെ പോയി ഒന്ന് റണ്ണൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോയി ഒന്ന് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചെറുതായിട്ടെങ്കിലും മുന്നോട്ട് വന്ന് കുറച്ച് ഡയറ്റൊക്കെ നോക്കി ഫുഡിലെങ്കിലും കുറച്ച് ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് ആണ്. ഓട്സിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം, ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ ഓട്സ് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ബനാനയും പിന്നെ ബ്ലൂബെറിയുമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓവർനൈറ്റ് ഓട്സ് ഞാനങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പം ഉണ്ടാക്കുക, എല്ലാം സെറ്റ് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ഓട്സ്, ജസ്റ്റ് ബനാന, പിന്നെ ബ്ലൂബെറി, കുറച്ച് ഹണി, ഇത് ഇത്രയും ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇന്ന് കുറച്ച് വർക്കുണ്ട്, ഒരു പെൻഡിങ് കുറച്ച് വർക്കുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് കൂടെ തന്നെ നമുക്കിരുന്നൊന്ന് സെറ്റ് ചെയ്യാം. വർക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് TV ഒക്കെ കണ്ട് അങ്ങനെയാണ് ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കും. അപ്പം നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ? ഇത് വെച്ച് ഓട്സ് വെച്ചിട്ട് നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പല ടൈപ്പുള്ള ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, സ്മൂത്തീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരേ ടൈപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡയറ്റിൽ കുറച്ച് വെറുപ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല പല രീതികൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മടുപ്പ് തോന്നാതിരിക്കും. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കോലം. ഇതെല്ലാം നമുക്കിന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് നമുക്കൊരു വർക്കില്ലാത്ത ദിവസം നമുക്കൊരു ഫ്രീ ഡേ കിട്ടുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനെല്ലാം പെൻഡിങ് വെച്ചേക്കുമായിരുന്നു ഇന്നൊരു ദിവസത്തേക്ക്. അപ്പം നമുക്കതെല്ലാം സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അടുക്കിപ്പറക്കലിനേക്ക് പോവാം. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ബീട്രൂട്ട് പൊരിയലാണ്. ഇത് നല്ല കിടിലം ഒരു ഡിഷാണ്. ഇത് ആക്ച്വലി കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇപ്പോൾ ചെയ്യുന്നവരുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഇത് കൂടുതലും തമിഴ്നാട് സ്റ്റൈൽ ഡിഷാണ്. ഇത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ബോയിൽ ചെയ്യുന്ന വാട്ടറിലേക്ക് ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഡൈസ് പോലെ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് നമ്മൾ ആദ്യം ആ തിളച്ച വെള്ളത്തിലോട്ട് ഇടണം.
സോൾട്ട് ഇട്ടതിന് ശേഷം നമ്മളത് വേവിച്ച് മാറ്റി വെക്കണം, വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത പാനിലേക്ക് നമ്മൾ കുറച്ച് കടുക്, ഉഴുന്ന്, കറിവേപ്പില, വറ്റൽമുളക് ഇത് ഇത്രയും നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് സവാളയും കൂടി ഇട്ടതിന് ശേഷം പിന്നെയും കുറച്ച് സോട്ട് ചെയ്തിട്ട് വേണം ബീട്രൂട്ട് ഇടാൻ വേണ്ടിയിട്ട്. ബീട്രൂട്ട് ഇട്ടൊരു കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ഇടണം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്നെല്ലാം ഇങ്ങനെ പെട്ടെന്ന് വേവിക്കുകയോ അടച്ചു വെച്ച് വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും ഇട്ട് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കിത് ബീട്രൂട്ടിലോ ക്യാരറ്റിലോ അതേപോലെ കായില്ലേ അതിലെല്ലാം നമുക്കിതുപോലെ ട്രൈ ചെയ്യാം. നമ്മൾ ഈ അരയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കോ അതൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ മുതിരയാണ് ഇത്. മുതിര അതേപോലെ ഹെൽത്തിനൊക്കെ നല്ല കിടിലമാണ്. നമ്മൾ ചോറിന് പകരം മുതിര കഴിച്ചിരുന്നാലും നമ്മൾ ക്വാണ്ടിറ്റി വൈസ്, അതായത് റൈസ് കൂടുതൽ എടുക്കുന്നതിനേക്കാളും ഈ മുതിര കൂടുതലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിയുമായിരിക്കാം, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ചോറ്, ബീട്രൂട്ട് പൊരിയിൽ, ചീരത്തോരൻ, അതേപോലെ മീൻകറി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, മുതിരത്തോരൻ ഉണ്ടായിരുന്നു. ഇത് ഇത്രയായിരുന്നേ നമ്മുടെ ലഞ്ച്. അപ്പം ഞാൻ പോയി കഴിച്ചിട്ട് വരാമേ. പിന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ പുറത്ത് പോയി ഫിഷ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ ഡ്രസ്സ് ചെയ്ത് ഉച്ചയ്ക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു 3 o'clock ഒരു ഈവനിങ് ആയി. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുമായിരുന്നു. ഇതൊന്നും പ്ലാനിങ്ങിലില്ലാത്തതായിരുന്നു. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അതേപോലെ ട്രീ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ബാക്ക് ടു നോർമൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുള്ളതാണ് പുറത്ത് പോയി. ഇപ്പം നല്ല വിൻ്ററും കൂടിയാണ്, നല്ല സമയമാണ്, അധികം ചൂടൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോയി ഞങ്ങൾ ഫിഷ് ഗ്രില്ല് ചെയ്തത്, അതേപോലെ ഫ്രൈ ചെയ്ത ഫിഷൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫിഷ് നമ്മൾ പിന്നെ അവിടെ ഫ്രഷ് ആയിട്ട് തന്നെ പറഞ്ഞ് വാങ്ങിച്ച് അവിടെ ഗ്രില്ല് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്താണെന്ന് പറഞ്ഞൂടെ, സീ ഫുഡ് ഐറ്റംസിനോടാണ് കൂടുതൽ പ്രേമം. ഇത് അവരുടെ കുഞ്ഞാണ്. ഇവളുടെ പേര് നീന എന്നാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അയ്യോ, ഇത് ഇവളുടെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നതേ അറിയൂല. അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ ചുമ്മാ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് പർച്ചേസ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി അടുത്ത ദിവസത്തെയാണ് കാണിക്കാൻ പോകുന്നത്. അന്നത്തെ ദിവസം പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു കിടന്നുറങ്ങി ആ ഒരു ദിവസം കഴിഞ്ഞു. ഇതിനിപ്പോൾ അടുത്ത ദിവസം ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നതും കൂടി കാണിക്കാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിൾ മുതലേ സ്റ്റാർട്ട് ചെയ്യാം. ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഷീറ്റെല്ലാം മാറ്റണമായിരുന്നു. ക്രിസ്മസ് തീമിലുള്ളതായിരുന്നു. ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനിയും ആ ഒരു ടേബിളിൽ കിടന്നിരുന്ന ആ മാറ്റൊക്കെ മാറ്റി ഇനിയിപ്പോൾ അടുത്ത നമുക്ക് സെറ്റ് ചെയ്യാം. ഓരോ സീസൺ വൈസും എനിക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളായിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. വീട് ഡെക്കോർ ചെയ്യാനായിട്ട് ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് അപ്പൂപ്പൻ, ആ ബോൾസ് എല്ലാം നമുക്ക് മാറ്റി അടുത്ത വർഷത്തേക്ക് ഇനി നോക്കാം അല്ലേ. ഈ വർഷത്തേക്ക് നോക്കാം. കഴിഞ്ഞ തവണത്തെ ഈ ഡെക്കോർ ഐറ്റംസ് ഇതെല്ലാം നമ്മളൊന്ന് നല്ലതാക്കി പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടെല്ലാം മാറ്റി സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോറിലുള്ളത് മാറ്റുന്നുണ്ട്, ഫ്രണ്ടിൽ മാറ്റ് ഉൾപ്പെടെ നമ്മൾ മാറ്റുന്നുണ്ട്, പുതിയ മാറ്റ് നമ്മൾ ഇടുന്നുണ്ട്.
ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു, ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്ളോഗ്സ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.